ഹായ് കുട്ടികളെ, നമ്മൾ ബുക്ക് വ്യൂ ആണ് മനസ്സിലാക്കിയത്. അടുത്ത ടോപ്പിക്കാണ് ഫീൽഡ് വ്യൂ. അപ്പോൾ ഫീൽഡ് വ്യൂവിലൂടെ എങ്ങനെയാണ് ദളിത് സമൂഹം അല്ലെങ്കിൽ ദളിത് കാഴ്ചപ്പാടിലൂടെ എങ്ങനെയാണ് വിമർശനം നടത്തുന്നത്, അത് ഫീൽഡ് വ്യൂവിലൂടെ എങ്ങനെയാണ് ക്രിറ്റിഫൈസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ബുക്ക് വ്യൂവിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ദളിത് പേഴ്സ്പെക്റ്റീവ്. ബുക്ക് വ്യൂവിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ദളിത് കാഴ്ചപ്പാടിനെ കുറിച്ച് വിമർശനം നൽകിയത് എന്ന് മനസ്സിലാക്കി. ബുക്ക് വ്യൂവിലൂടെയുള്ള വിമർശനം. ഇനി നമ്മൾ ഫീൽഡ് വ്യൂവിലൂടെ ദളിതരെ ഏതൊക്കെ രീതിയിലാണ് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവ് ഓഫേഴ്സ് എ ക്രിട്ടിക്കൽ ഫീൽഡ് വ്യൂ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ബൈ ചലഞ്ചിങ് ദ ബുക്ക് വ്യൂ ആൻഡ് മെയിൻ സ്ട്രീം സോഷ്യോളജിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ ഹിന്ദു സോഷ്യൽ ഓർഡർ. അതായത് ഹിന്ദു സമൂഹത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട സമൂഹശാസ്ത്രപരമായ വിശദീകരണങ്ങളെയും സോഷ്യോളജിക്കൽ ഇൻ്റർപ്രിറ്റേഷനെയും ബുക്ക് വ്യൂ സമീപനങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു വിമർശനാത്മകം, ഒരു ക്രിറ്റിഫൈസ്ഡ് ആണ് ഏത് ഫീൽഡ് വ്യൂ. ഇപ്പോൾ സോഷ്യോളജിക്കൽ ഇൻ്റർപ്രിറ്റേഷനെയും ബുക്ക് വ്യൂവിനെയും ചോദ്യം ചെയ്യുന്ന ഒരു തിയറി ആയിട്ടാണ് ഏത് രൂപം കൊണ്ടത്? ഫീൽഡ് വ്യൂ. ദളിത് പെർസ്പെക്റ്റീവ് ഓഫേഴ്സ് എ ക്രിട്ടിക്കൽ ഫീൽഡ് വ്യൂ. ക്രിട്ടിക്കൽ ഫീൽഡ് വ്യൂ എന്തിനെയാണ് ഇവിടെ ക്രിറ്റിഫൈസ് ചെയ്യുന്നത്? ബുക്ക് വ്യൂവിനെയും സോഷ്യോളജിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ ഹിന്ദു സോഷ്യൽ ഓർഡർ. ഹിന്ദു സമൂഹത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട സമൂഹശാസ്ത്രപരമായ വിശദീകരണങ്ങളെയും ബുക്ക് വ്യൂവിനെയും ചോദ്യം ചെയ്യുകയാണ് ഏതിലൂടെ ചെയ്യുന്നത്? വിമർശനാത്മകമായിട്ടുള്ള ഫീൽഡ് വ്യൂ എന്ന ഫീൽഡ് വ്യൂവിലൂടെ ദളിത് പെർസ്പെക്റ്റീവ് ചെയ്യുന്നത്. അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവ് ഫീൽഡ് വ്യൂവിലൂടെ എന്തിനൊക്കെയാണ് ഇവിടെ വിമർശിക്കുന്നത്? അതായത് സോഷ്യോളജിക്കൽ ഇൻ്റർപ്രിറ്റേഷനെയും ബുക്ക് വ്യൂവിനെയുമാണ് ഫീൽഡ് വ്യൂവിലൂടെ ദളിത് പെർസ്പെക്റ്റീവ് ക്രിറ്റിഫൈസ് ചെയ്യുന്നത്. അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവ് ഫീൽഡ് വ്യൂവിലൂടെ ക്രിറ്റിഫൈസ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളെ? സോഷ്യോളജിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഹിന്ദു സോഷ്യൽ ഓർഡർ ആൻഡ് ബുക്ക് വ്യൂ. ബുക്ക് വ്യൂ ആൻഡ് സോഷ്യോളജിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ ഹിന്ദു സോഷ്യൽ ഓർഡർ. ഇപ്പോൾ ഹിന്ദു സാമൂഹിക ക്രമത്തെക്കുറിച്ചുള്ള സമൂഹശാസ്ത്രപരമായ വിശദീകരണങ്ങളെയും ബുക്ക് വ്യൂവിനെയുമാണ് ദളിത് പെർസ്പെക്റ്റീവ് ഫീൽഡ് വ്യൂവിലൂടെ വിമർശിക്കുന്നത്. ഇറ്റ് ഹൈലൈറ്റ് ഹൗ ദളിത് എക്സ്പീരിയൻസ്, വാല്യൂസ്, icons, movement and worldviews have been systematically ignored in village studies. അതേപോലെ തന്നെ വില്ലേജ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമപഠനങ്ങളിൽ ദളിതരുടെ അനുഭവങ്ങൾ, വില്ലേജ് സ്റ്റഡീസിലൂടെ ദളിതർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ, വാല്യൂസ് മൂല്യങ്ങളെ, പിന്നെ അതേപോലെ തന്നെ വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ലോകദൃഷ്ടികളെ, അതേപോലെ തന്നെ പ്രതീകങ്ങളെ, പ്രസ്ഥാനങ്ങളെ എന്നിവ ഉദ്ദേശപൂർവം അവഗണിക്കപ്പെട്ടുവെന്ന് ഇത് ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഗ്രാമങ്ങളിൽ പഠനം നടത്തി, അതാണ് ഫീൽഡ് വ്യൂ എന്ന് പറയുന്നത്. ഫീൽഡ് പറഞ്ഞാൽ എന്താ? ഒരു ഏരിയ. അപ്പോൾ ഒരു ഫീൽഡിൽ അഥവാ ഏരിയയിൽ സ്റ്റഡി നടത്തിയപ്പോൾ ദളിതരെ കുറിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അവഗണിക്കപ്പെടുന്നതായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്? അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങളെ, വാല്യൂസ് മൂല്യങ്ങളെ, അതേപോലെ തന്നെ ഐക്കോൺസുകളെ, മൂവ്മെൻറ്റുകളെ, വേൾഡ് വ്യൂസുകളെ, ഇവയൊക്കെ അവരിൽ നിന്നും അവഗണിക്കപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാട്ടും. അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവിലൂടെ ഫീൽഡ് വ്യൂവ് ബുക്ക് വ്യൂവിനെയും സോഷ്യോളജിക്കൽ ഇൻ്റർപ്രിറ്റേഷനെയും എന്ത് ചെയ്യുന്നത്? ക്രിറ്റിഫൈസ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ക്രിറ്റിഫൈസിങ് എങ്ങനെയാണ്? എന്താണ് അവിടെ ഉയർത്തി കാണിച്ചത്? ഇറ്റ് ഹൈലൈറ്റ് ഹൗ ദളിത് എക്സ്പീരിയൻസ്, വാല്യൂസ്, ഐക്കോൺ, മൂവ്മെൻറ്റ്സ് ആൻഡ് വേൾഡ് വ്യൂ ഹാവ് ബീൻ സിസ്റ്റമാറ്റിക്കലി ഇഗ്നോർഡ് ഇൻ വില്ലേജ് സ്റ്റഡീസ്. ഗ്രാമങ്ങളിൽ പഠനം നടത്തിയപ്പോൾ ഗ്രാമം എന്ന് പറഞ്ഞാൽ
ഓരോ ഫീൽഡ്, വില്ലേജ് ഫീൽഡ്. അപ്പോൾ ഓരോ വില്ലേജ് ഫീൽഡിലും സ്റ്റഡി നടത്തിയപ്പോൾ ദളിതരുടെ എക്സ്പീരിയൻസുകളും വാല്യൂസുകളും ഐക്കോൺസുകളും മൂമെൻസുകളും വേൾഡ് വ്യൂസുകളൊക്കെ എങ്ങനെയാണെന്നാ പറയുന്നത്, അവഗണിക്കപ്പെട്ടു. അപ്പോൾ ദളിതരുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവഗണിക്കപ്പെട്ടു എന്നാണ് ഏതിൽ വിമർശിക്കുന്നത്, ഫീൽഡ് വ്യൂവിൽ വിമർശിക്കുന്നത്. While Indian villages are often portrayed as harmonious little republic, the Dalit perspective emphasizes everyday realities of humiliation, poverty, exclusion and caste-based oppression faced by Dalit. അതായത് ഇന്ത്യൻ ഗ്രാമങ്ങളെ സമാധാനപരമായ ചെറിയ റിപ്പബ്ലിക് ലിറ്റിൽ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ റിപ്പബ്ലിക്കുകളായി ചിത്രീകരിച്ചിരുന്നുവെങ്കിലും ദളിതര് ദിനം പ്രതി അനുഭവിക്കുന്നത് എന്തൊക്കെയാണ്, എസ്കാം. അപ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങളെ ലിറ്റിൽ റിപ്പബ്ലിക്കുകളായിട്ട് തരംതിരിച്ചിരുന്നെങ്കിലും ദളിതര് എവരിഡേ എല്ലാ ദിവസവും അവരുടെ ജീവിത യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവരെന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്, ദിനം പ്രതി അവരെന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്, ഹ്യൂമാനിറ്റേഷൻ അപമാനം, പോവർട്ടി ദാരിദ്ര്യം, ആൻഡ് കാസ്റ്റ് ബേസ്ഡ് ഒപ്രഷൻ ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള അടിച്ചമർത്തല്, ഇതൊക്കെ ആര് ഫേസ് ചെയ്തിരുന്നു, ദളിതർ ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങളെ കുറിച്ച് സ്റ്റഡി നടത്തുകയാണ്, അതിനെയാണ് ഫീൽഡ് വ്യൂ എന്ന് പറയുക. അപ്പോൾ ദളിത് പേഴ്സ്പെക്റ്റീവ് ഫീൽഡ് വ്യൂവിലൂടെ അവരനുഭവിച്ച പ്രശ്നങ്ങളെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങളെ ഒരു ലിറ്റിൽ റിപ്പബ്ലിക്കുകളായി തരംതിരിച്ചെങ്കിൽ പോലും, ചെറിയ കോളനികളാക്കി തരംതിരിച്ചെങ്കിൽ പോലും അവർ നേരിട്ടിരുന്നു പല റിയൽ ലൈഫിൽ അവർ ഓരോ ദിവസവും എവരിഡേ റിയാലിറ്റി അവർ എല്ലാ ദിവസവും പല യാഥാർത്ഥ്യങ്ങളും പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഫേസ് ചെയ്തിരുന്നു. ഹ്യൂമാനിറ്റേഷൻ അപമാനം, പോവർട്ടി ദാരിദ്ര്യം, എക്സ്ക്ലൂഷൻ ഒറ്റപ്പെടൽ, ആൻഡ് കാസ്റ്റ് ബേസ്ഡ് ഒപ്രഷൻ ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള അടിച്ചമർത്തല്, ഇതൊക്കെ അവർ ഫേസ് ചെയ്തിരുന്നു ഇന്ത്യൻ ഗ്രാമങ്ങളിൽ. അതാണ് ഏതിലൂടെ കാണിച്ചു തരുന്നത്, ഫീൽഡ് വ്യൂവിലൂടെ വ്യക്തമാക്കി തരുന്നത്. അതിനെയാണ് ഫീൽഡ് വ്യൂ എന്ന് പറയുക. അപ്പോൾ ഫീൽഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ദളിത് പേഴ്സ്പെക്റ്റീവ് അവർ ഫേസ് ചെയ്ത പ്രശ്നങ്ങളെ ഏതിലൂടെ ക്രിറ്റിഫൈസ് ചെയ്ത് കാണിച്ചു തരികയാണ്, ഫീൽഡ് വ്യൂവിലൂടെ ക്രിറ്റിഫൈസ് ചെയ്ത്, ഇതാണ് ഫീൽഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. ഡ്രോവിങ് ഓൺ അംബേദ്കർ ക്രിറ്റിക്, ദിസ് പേഴ്സ്പെക്റ്റീവ് ആർഗ്യൂസ് ദാറ്റ് Indian village negate the principles of democracy, equality, liberty and fraternity. അപ്പം അവിടെ അംബേദ്കർ ആർക്ക് വേണ്ടിയിട്ട് വാദിക്കുകയാണ്, ദളിതർക്ക്. കാരണം അദ്ദേഹം ഒരു ദളിത് യുവാവായിരുന്നു. അങ്ങനെ ദളിത് കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ പഠനം, സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എങ്ങനെയായിരുന്നു, സ്കൂളിൻ്റെ അങ്കണത്തിൽ മുറ്റത്തിരുന്നിട്ട് പഠിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ക്ലാസ് റൂമിലൊന്നും അദ്ദേഹത്തെ പോലെയുള്ള കുട്ടികളെ കയറ്റിയിരുത്തിയിരുന്നില്ല. അപ്പം അത്രയും ഡിസ്ക്രിമിനേഷൻ, ഒരു എഡ്യൂക്കേഷണൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അംബേദ്കർ. അങ്ങനെയാണ് അദ്ദേഹം ദളിതർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആർഗ്യൂ ചെയ്യുന്നതിനും ഒരുപാട് ലോസുകൾ ഫോർമേറ്റ് ചെയ്യുന്നതിനൊക്കെ കാരണമായത്. അങ്ങനെയുള്ളൊരു നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപം കൊടുത്തത്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫീൽഡ് വ്യൂവിലൂടെ അംബേദ്കർ ദളിതർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നിറവേറ്റിയത് എന്നും കൂടി ഈ ഫീൽഡ് വ്യൂ എന്ന ഈ ഒരു ടോപ്പിക്കിലൂടെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രോയിങ് ഓൺ അംബേദ്കർ ക്രിറ്റിക് പെർസ്പെക്റ്റീവ് ആർഗ്യൂ ദാറ്റ് ഇന്ത്യൻ വില്ലേജ്, ഇന്ത്യൻ ഗ്രാമങ്ങളെക്കുറിച്ച് അംബേദ്കർ ഒരുപാട് വിമർശനം നടത്തി. ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഗ്രാമസമൂഹത്തെക്കുറിച്ച് അംബേദ്കർ ദളിത് പെർസ്പെക്റ്റീവിലൂടെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യുകയും മാത്രമല്ല, ഡെമോക്രസി ജനാധിപത്യം, ഇക്വാലിറ്റി സമത്വം,
ലിബർട്ടി സ്വാതന്ത്ര്യം, ഫ്രറ്റേർണിറ്റി സാഹോദര്യം ഇവ യഥാർത്ഥത്തിൽ ഗ്രാമങ്ങളിൽ നിന്നും ദളിതർക്ക് ലഭ്യമായിരുന്നില്ല എന്ന് ആര് വിമർശിച്ചു? അംബേദ്കർ വിമർശിച്ചു. ഇപ്പോൾ ഫീൽഡ് വേവ് നോക്കുമ്പോൾ ഫീൽഡ് വേവില് അംബേദ്കർ ദളിതരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അവർ അനുഭവിച്ച ഇഷ്യൂസുകളെ ക്രിറ്റിസൈസ് ചെയ്തതും ഏത് രീതിയിലൂടെയാണ്? ഇന്ത്യൻ ഗ്രാമ സമൂഹങ്ങളിൽ ദളിതർക്ക് ജനാധിപത്യമോ ഈക്വാലിറ്റിയോ ലിബർട്ടിയോ ഫ്രറ്റേർണിറ്റിയോ ജനാധിപത്യം, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം ഈ ആശയങ്ങളൊക്കെ നമ്മൾ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഭാഗങ്ങളിൽ ടീച്ചർ ഇത് പറഞ്ഞു തന്നതാണ് അല്ലേ? ഇത് എവിടുത്തെ ആശയമാണ്? ഡെമോക്രസി, ഈക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേർണിറ്റി ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നും രൂപം കൊണ്ട ആശയങ്ങളാണ് ഏത്? ഈ ആശയങ്ങൾ. അപ്പോൾ ഇതാ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആശയങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വന്നത്. അപ്പം ഇത്തരം ഐഡിയോളജികളൊന്നും ഇന്ത്യൻ ഗ്രാമ സമൂഹങ്ങളിൽ ദളിതർക്ക് അനുകൂലമായിരുന്നില്ല എന്ന് ഫീൽഡ് വ്യൂവിലൂടെ അംബേദ്കർ വിമർശിച്ചു. ആൻഡ് ദെൻ it also questioned the assumption of village solidarity proposed by mainstream sociologists, pointing out that social relations are marked by conflict, inequality and change rather than harmony. അതായത് പിന്നെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? It also questioned the assumption of village solidarity proposal by mainstream sociologists. Mainstream sociologist പറഞ്ഞാൽ എന്താ? പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ച വില്ലേജ് യൂണിറ്റി, ഗ്രാമ ഐക്യത്തിൻ്റെ ആശയം ഇത് പലപ്പോഴും ചോദ്യം ചെയ്തു. അപ്പോൾ പല സോഷ്യോളജിസ്റ്റുകളും മുന്നോട്ട് വെച്ച വില്ലേജ് സോളിഡാരിറ്റി അഥവാ വില്ലേജ് യൂണിറ്റി എന്ന ആശയം ഈ ദളിതരുടെ കാര്യത്തിൽ മാത്രം എന്ത് ചെയ്യപ്പെട്ടു? ചോദ്യം ചെയ്യപ്പെട്ടു. പല സോഷ്യോളജിസ്റ്റുകളും വില്ലേജ് സോളിഡാരിറ്റി, വില്ലേജ് ഗ്രാമസമൂഹങ്ങളുടെ ഐക്യം എന്ന് വാദിച്ചിരുന്നു. പക്ഷെ അത് ആ വാദത്തിൽ മാത്രം ഒതുങ്ങി പോവുകയാണ് ചെയ്തത്. ദളിതർ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? പ്രധാനപ്പെട്ട സമൂഹ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ച വില്ലേജ് സോളിഡാരിറ്റി എന്ന ആശയം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാൻ കാരണമായി. മാത്രമല്ല അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള കാരണം എന്തൊക്കെയാണ്? കോൺഫ്ലിക്റ്റ്, ഇൻഈക്വാലിറ്റി ആൻഡ് ചേഞ്ച് റാദർ ദാൻ ഹാർമണി. അതായത് ഇവിടെ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ്, സംഘർഷങ്ങളും അസമത്വങ്ങളും മറ്റും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഗ്രാമസമൂഹങ്ങളിൽ എന്ത് ചോദ്യം ചെയ്യപ്പെടാനുണ്ടായ കാരണം? വില്ലേജ് സോളിഡാരിറ്റി ചോദ്യം ചെയ്യപ്പെടാനുള്ള കാരണം. പല സമൂഹ ശാസ്ത്രജ്ഞന്മാരും മെയിൻ സ്ട്രീം സോഷ്യോളജിസ്റ്റ് പല സമൂഹ ശാസ്ത്രജ്ഞന്മാരും വില്ലേജ് സോളിഡാരിറ്റി ഉയർത്തി കാണിച്ചു എങ്കിലും അതൊന്നും ഇവിടെ നിറവേറ്റാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താണ്? കോൺഫ്ലിക്റ്റ്, ഇൻഈക്വാലിറ്റി, സംഘർഷങ്ങളും അസമത്വങ്ങളും അത് പലതരത്തിലുള്ള മാറ്റങ്ങളും നിലനിന്നിരുന്നു. എംപിരിക്കൽ സ്റ്റഡീസ് റിവീൽ പെർസിസ്റ്റന്റ് spatial segregation between Dalit colonies and upper caste area, as well as continuity practices of discrimination in interest, behavior and access to spaces. അതേപോലെ തന്നെ അനുഭവ പരിശോധനകൾ ദളിത് കോളനികളും ഉയർന്ന ജാതികളുടെ വാസസ്ഥലങ്ങളും തമ്മിലുള്ള സ്ഥല വ്യത്യാസം അപ്പോഴും നിലനിന്നിരുന്നു. അപ്പർ ക്ലാസും അതേപോലെ തന്നെ ദളിത് കോളനികളും തമ്മിലുള്ള വ്യത്യാസം അപ്പോഴും എംപെരിക്കൽ സ്റ്റഡി പറഞ്ഞാൽ അനുഭവപരമായ പഠനം നടത്തിയപ്പോൾ അപ്പർ ക്ലാസ് സ്പൈറ്റൽ സെറിഗേഷൻ ബിറ്റ്വീൻ ദളിത് കോളനി ആൻഡ് അപ്പർ കാസ്റ്റ്, ഉയർന്ന ജാതിക്കാരും ദളിത് കോളനികളും തമ്മിൽ എന്തുണ്ടായിരുന്നു? വാസസ്ഥലങ്ങളിൽ തമ്മിൽ തന്നെ വ്യത്യാസം നിലനിന്നിരുന്നു. as well as continuity practice of discrimination in dress, behavior and access to space. മാത്രമല്ല പിന്നെന്താണ്? വേഷം, പെരുമാറ്റം, സാമൂഹിക ഇടപെടലുകളിലേക്കുള്ള പ്രവേശനം എന്നിവയിലൊക്കെ എന്ത് നിലനിന്നിരുന്നു? ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ അപ്പർ ക്ലാസ്സിനെയും
അതേപോലെ തന്നെ ആരെയും കൂടി ദളിത് കോളനികളെയും കമ്പയർ ചെയ്യുമ്പോൾ പല രീതിയിലും ഡ്രസ്സിൻ്റെ കാര്യത്തിലും ബിഹേവിയറിൻ്റെ കാര്യത്തിലും സ്പേസിൻ്റെ കാര്യത്തിലൊക്കെ ദളിതരെ എന്തനുഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത്? ഡിസ്ക്രിമിനേഷൻ, അതായത് ചൂഷണം അനുഭവിച്ചിരുന്നു. ആൻഡ് ദെൻ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കൂ. Dalit autobiography further strengthened this perspective by documenting cultural, spatial and occupational inequality within the same village. ദളിതരെ ആത്മകഥകൾ ഒരേ ഗ്രാമത്തിനുള്ളിൽ നിലനിൽക്കുന്ന സാംസ്കാരിക സ്ഥലസംബന്ധമായ തൊഴിൽപരമായ അസമത്വങ്ങളെ ശക്തമായി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ദളിതരെ ഓട്ടോബയോഗ്രഫി പറഞ്ഞാൽ ജീവിതക്കുറിപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ അവരനുഭവിച്ച പല പ്രശ്നങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയണത്. ദളിത് ഓട്ടോബയോഗ്രഫി ഫർദർ സ്ട്രെങ്തൻ ദ പെർസ്പെക്റ്റീവ് ബൈ ഡോക്യുമെന്റിങ് കൾച്ചറൽ, സ്പൈറ്റൽ ആൻഡ് ഒക്യുപ്പേഷണൽ ഇൻഇക്വാലിറ്റി വിത്തിൻ ദ സെയിം വില്ലേജ്. ഒരേ വില്ലേജുകളിൽ അവർ അനുഭവിച്ച സാംസ്കാരികപരമായിട്ടും തൊഴിൽപരമായിട്ടൊക്കെ ഉള്ള ആ വിവേചനങ്ങൾ അവർ എന്ത് ചെയ്തു? രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ അനുഭവിച്ച പല പ്രശ്നങ്ങളും അവർ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഡോക്യുമെൻ്റ് ആക്കി, അഥവാ ഓട്ടോബയോഗ്രഫി അവരുടെ ജീവചരിത്രമായി എഴുതപ്പെട്ടിട്ടുണ്ട്. Overall, Dalit field view exposed the lived reality of caste domination and challenges idealized representation of rural Indian society. അതേപോലെ തന്നെ ദളിത് ഫീൽഡ് വ്യൂ ജാതി ആധിപത്യത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുകയും ഗ്രാമീണ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള ആശയപരമായും ആദർശപരമായ ചിത്രീകരണങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ദളിത് പെർസ്പെക്റ്റീവ് വ്യൂ എക്സ്പോസ് ദ ലിവ്ഡ് റിയാലിറ്റി ഓഫ് കാസ്റ്റ് ഡോമിനേഷൻ ആൻഡ് ചലഞ്ച് ഐഡിയലൈസ്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് റൂറൽ ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവ് ഫീൽഡ് വ്യൂവിലൂടെ ജാതി ആധിപത്യത്തിൽ ജീവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുകയും കാസ്റ്റ് ഡോമിനേഷൻ്റെ റിയാലിറ്റി കാസ്റ്റ് ആധിപത്യത്തെ വെളിപ്പെടുത്തുകയും ഗ്രാമീണ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള ഐഡിയോളജിക്കലായിട്ടും അതേപോലെ തന്നെ ആദർശപരമായ ചിത്രീകരണങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫീൽഡ് വ്യൂ എന്താ കാണിച്ചു തരുന്നത്? ഗ്രാമസമൂഹങ്ങളിൽ ദളിതർ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് വ്യക്തമാക്കി തരികയാണ് ഏതിലൂടെ ചെയ്യുന്നത്? ഫീൽഡ് വ്യൂവിലൂടെ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ടീച്ചർ എടുത്തു പോയത്. ഇപ്പോൾ ബുക്ക് വ്യൂവും നമ്മൾ മനസ്സിലാക്കി, ഫീൽഡ് വ്യൂവും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക്, അതായത് ദളിത് പെർസ്പെക്റ്റീവ് ഗീവ്സ് അസ് എ ഫ്രെയിം വർക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദളിത് സൊസൈറ്റി. ദളിത് സമൂഹത്തെക്കുറിച്ചൊരു ഫ്രെയിം വർക്ക് എന്തൊക്കെയാണ് അവരെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് വ്യൂവും ഫീൽഡ് വ്യൂവും അതേപോലെ തന്നെ തിയററ്റിക്കൽ റാഷണൽ ഓഫ് ദളിത് പെർസ്പെക്റ്റീവും അതേപോലെ ഞാനൊരു ചാർട്ട് പഠിപ്പിച്ചു, അതൊക്കെ വെച്ച് എഴുതിയാൽ തന്നെ ഇതിൻ്റെ ആൻസറായി മാറും കേട്ടോ. ദളിത് പെർസ്പെക്റ്റീവ് ഗീവ്സ് അസ് എ ഫ്രെയിംവർക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദളിത് സൊസൈറ്റി ചോദിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ച് എഴുതിയാൽ മതി. എങ്കിലും ടീച്ചർ ഈ ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു തരും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഒരൊറ്റ ടോപ്പിക്കും കൂടി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ എടുക്കാനുള്ളൂ. അതിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നോക്കൂ, ദളിത് പെർസ്പെക്റ്റീവ് ഗീവ്സ് അസ് എ ഫ്രെയിംവർക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദളിത് സൊസൈറ്റി. ഒരു ദളിത് പെർസ്പെക്റ്റീവിലൂടെ ദളിത് സമൂഹത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ പറയുന്നത്. അപ്പോൾ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള, അതായത് നമ്മൾ ദളിത് വിഭാഗം ഇൻട്രഡക്ഷനിൽ ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു തന്നു. പിന്നെ അതിനെ നമ്മൾ ടേബിളൊക്കെ ആയിട്ട് തരം തിരിച്ചിരുന്നു. പിന്നെ തിയററ്റിക്കൽ റാഷണൽ ഓഫ് ദളിത് പെർസ്പെക്റ്റീവ്, അതേപോലെ ബുക്ക് വ്യൂ ആൻഡ് ഫീൽഡ് വ്യൂ, ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ അതിൽ പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾ ആ കാര്യങ്ങളും കൂടി വേണമെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ ഉൾക്കൊള്ളിച്ച് എഴുതാട്ടോ.
ഇതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എങ്കിൽ പോലും ഇനി നിങ്ങൾക്ക് ആ പറഞ്ഞ കാര്യങ്ങളും കൂടി ഏതിൽ ഉൾപ്പെടുത്താന്നാണ് പറയണത്. ഈ ടീച്ചർ ഇപ്പോൾ എഴുതിയിട്ടിട്ടുള്ള, അതായത് ദളിത് സൊസൈറ്റിയെ ദളിത് പെർസ്പെക്റ്റീവിലൂടെ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന ഈ ഒരു ടോപ്പിക്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എഴുതാം. അതൊരു FA ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, പേജ് നമ്പർ 107 107 107 വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ടീച്ചർ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ദളിത് പെർസ്പെക്റ്റീവിലൂടെ, അതായത് ദളിത് കാഴ്ചപ്പാടിലൂടെ ദളിത് സൊസൈറ്റിയെ എങ്ങനെയാണ് അവരുടെ ചട്ടക്കൂട് മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കൂ. The Dalit perspective provides a comprehensive framework to understand Dalit society as a diverse and dynamic whole. അതായത് ദളിത് പെർസ്പെക്റ്റീവ് ദളിത് സമൂഹത്തെ സമഗ്രവും, കമ്പാരൻസീവ് പറഞ്ഞാൽ സമഗ്രവും, അതേപോലെ തന്നെ ഡൈനാമിക് വൈവിധ്യമാർന്നതുമായ ഘടകമായി മനസ്സിലാക്കുന്നതിനുള്ള ഒരു സിദ്ധാന്തമായ ഫ്രെയിംവർക്ക് അഥവാ ചട്ടക്കൂട് നൽകുന്നു. അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവ് ദളിത് സൊസൈറ്റിയെ ഒരു സമഗ്രവും അതേപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് അഥവാ വൈവിധ്യമാർന്നതുമായ ഘടകമായി മനസ്സിലാക്കുന്നതിനുള്ള ഒരു സിദ്ധാന്താത്മക ചട്ടക്കൂട് അഥവാ ഒരു ഓൺ ദ 3 broad ആക്സെപ്റ്റ്, അതിൽ സിദ്ധാന്താത്മകമായ ചട്ടക്കൂടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഏതിലൂടെ സാധിക്കുന്ന പറയുന്നത് ദളിത് പെർസ്പെക്റ്റീവിലൂടെ ഏതിനെ സാധിക്കും? ദളിത് സമൂഹത്തെ സാധിക്കും. അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവ് പ്രൊവൈഡ് എ കമ്പാരൻസീവ് ഫ്രെയിംവർക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദളിത് സൊസൈറ്റി ഡൈവേഴ്സ് ആൻഡ് ഡൈനാമിക് ഹോൾ. അതായത് ദളിത് പെർസ്പെക്റ്റീവ് ദളിത് സമൂഹത്തെ സമഗ്രവും അതേപോലെ തന്നെ വൈവിധ്യമാർന്നതുമായ ഘടകമായി മനസ്സിലാക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് നൽകുന്നുണ്ട്. അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവ് ദളിത് സമൂഹത്തെ സമഗ്രവും ഡൈനാമിക്കും ഡൈവേഴ്സും ആയിട്ട് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഫ്രെയിംവർക്ക് ഏത് നൽകുന്നുണ്ട്? ദളിത് പെർസ്പെക്റ്റീവ് നൽകുന്നുണ്ട്. ആരെക്കുറിച്ച്? ദളിത് സമൂഹത്തെക്കുറിച്ച്. ആൻഡ് ദെൻ ഇറ്റ് ഫോക്കസ് ഓൺ 3 broad ആസ്പെക്റ്റ്. പ്രധാനമായും ഇത് 3 വശങ്ങളെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ 3 broad ആസ്പെക്റ്റ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് 3 ആശയങ്ങളാണ്. എന്തൊക്കെയാണ്? അണ്ടർസ്റ്റാൻഡിങ് ദളിത് ത്രൂ ഇന്റേണൽ സോഷ്യൽ കാറ്റഗറി സച്ച് ആസ് ദളിത് വുമൺ, യൂത്ത്, icon and diaspora, analyzing Dalit through institution like caste, religion, political parties. അതായത് അപ്പോൾ ഇത് 3 വശങ്ങളിലൂടെയാണ് ദളിത് പെർസ്പെക്റ്റീവിനെ മനസ്സിലാക്കുന്നത്. ഒരു ദളിത് പെർസ്പെക്റ്റീവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അണ്ടർസ്റ്റുഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 3 വശങ്ങളിലൂടെയാണ് എന്ന് പറഞ്ഞു. അതേപോലെ ഏതൊക്കെയാണ്? ദളിത് വുമൺ, ദളിത് സ്ത്രീകൾ, ആ 3 വശങ്ങൾ ഒന്നിച്ചിട്ടാട്ടോ പറയുക. ദളിത് വുമൺ, യൂത്ത്, ഐക്കോൺ, അതാണ് ഒന്നാമത്തെ വശം. അതായത് ദളിത് സ്ത്രീകളെ, യുവാക്കളെ, ദളിത് അതേപോലെ തന്നെ ഐക്കോൺസ്, പ്രതീകങ്ങൾ. അതിന് പിന്നെന്താ പറയുന്നത്? ഡെസ്പോറ, അനലൈസിങ് ദളിത് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് കാസ്റ്റ്, റിലീജിയൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്. അതേപോലെ തന്നെ പിന്നെ ജാതി, മതം, രാഷ്ട്രീയ പാർട്ടികൾ. പിന്നെ NGO ആൻഡ് ലിറ്ററേച്ചർ, NGOകളും സാഹിത്യം. ഇങ്ങനെ 3 വശങ്ങളിലൂടെയാണ് ആരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ദളിത് പെർസ്പെക്റ്റീവ് ദളിത് സൊസൈറ്റിയെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവ് ദളിത് സൊസൈറ്റിയെ 3 കാറ്റഗറിയിലൂടെയാണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. അതായത് ഇറ്റ് ഫോക്കസ് ഓൺ 3 broad ആസ്പെക്റ്റ്. അണ്ടർസ്റ്റാൻഡിങ് ദളിത് ത്രൂ ഇന്റേണൽ സോഷ്യൽ കാറ്റഗറി. ഏതൊക്കെയാണത്? ദളിത് വുമണിലൂടെയും യൂത്തിലൂടെയും ഐക്കോണിലൂടെയും ഡെസ്പോറ, അനാലിസിസ്, ദളിറ്റ്സ്. അപ്പോൾ ഏതുവരെയാണ്? ദളിത് വുമൺ, യൂത്ത്, ഐക്കോൺ ആൻഡ് ഡെസ്പോറ, അതുവരെയാണ് ഫസ്റ്റ്.
സെക്കൻഡ് വൺ, ദളിത് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് കാസ്റ്റ്, റിലീജിയൻ, പൊളിറ്റിക്കൽ പാർട്ടി. രണ്ടാമത്തതാണ് കാസ്റ്റ്, റിലീജിയൻ, പൊളിറ്റിക്കൽ പാർട്ടീസിലൂടെ ആരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു? ദളിത് പെർസ്പെക്റ്റീവ്, ദളിത് സമൂഹത്തെ മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് വൺ, NGOs ആൻഡ് ലിറ്ററേച്ചർ. നാഷണൽ യൂണിയൻസിൻ്റെ NGOസിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും സാഹിത്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു? ദളിതരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവ് ദളിത് സൊസൈറ്റിയെ മനസ്സിലാക്കുന്നത് 3 ആസ്പെക്റ്റിലൂടെയാണ്. ഏതൊക്കെ ആസ്പെക്റ്റിലൂടെയാണ്? ദളിത് വുമൺ, യൂത്ത്, ഐക്കോൺ ആൻഡ് ഡയസ്പോറ. ദളിത് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് കാസ്റ്റ്, റിലീജിയൻ, പൊളിറ്റിക്കൽ പാർട്ടി, NGO ആൻഡ് ലിറ്ററേച്ചർ. ഇങ്ങനെ 3 സെക്ഷനിലൂടെയാണ് ദളിത് പെർസ്പെക്റ്റീവ് ദളിത് സൊസൈറ്റിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആൻഡ് എക്സാമിങ് ദളിത് എക്സ്പീരിയൻസ് ത്രൂ സോഷ്യൽ പ്രോസസ് സച്ച് ആസ് മൂവ്മെന്റ്, മോഡേണൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അതേപോലെ തന്നെ ഈ ദളിതർക്ക് വേണ്ടിയുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്തിനേക്ക് വഴിവെച്ചു എന്നാ പറയുന്നത്? ആധുനികവൽക്കരണത്തിനും ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിനും കാരണമായി തീർന്നു. അപ്പോൾ ദളിത് എക്സ്പീരിയൻസ് ത്രൂ സോഷ്യൽ പ്രോസസ് സച്ച് ആസ് മൂവ്മെന്റ്, ദളിത് അനുഭവങ്ങളിലൂടെയുള്ള സാമൂഹിക പ്രക്രിയകൾ അല്ലെങ്കിൽ മൂവ്മെന്റുകൾ എന്തിനു കാരണമായി? മോഡേണൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ആധുനികവൽക്കരണത്തിനും അതേപോലെ തന്നെ ആഗോളവൽക്കരണത്തിനും. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ആധുനികവൽക്കരണം, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണം. അപ്പോൾ ആധുനികവൽക്കരണത്തിനും ആഗോളവൽക്കരണത്തിനും ഏത് കാരണമായി തീർന്നു? ദളിത് മൂവ്മെൻറ്റുകൾ അഥവാ ദളിത് സോഷ്യൽ പ്രോസസ്സുകൾ കാരണമായി. അപ്പോൾ ഇതാണ് ദളിത് പെർസ്പെക്റ്റീവിലൂടെ ദളിത് സൊസൈറ്റിയെ മനസ്സിലാക്കുന്ന ആദ്യത്തെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ദളിത് പെർസ്പെക്റ്റീവ് പ്രൊവൈഡ് എ കമ്പാരൻസീവ് ഫ്രെയിംവർക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദളിത് സൊസൈറ്റി ആസ് എ ഡൈവേഴ്സ് ആൻഡ് ഡൈനാമിക് വേൾഡ്. അതായത് ദളിത് പെർസ്പെക്റ്റീവിലൂടെ ദളിത് സമൂഹത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വൈവിധ്യമാർന്നതും അതേപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് നമുക്ക് നൽകുന്നുണ്ട്. അതിന് 3 ആസ്പെക്റ്റുകളായി തിരിച്ചിട്ടുണ്ട്. ദളിത് വുമൺ, യൂത്ത്, ഐക്കോണ്, ഡയസ്പോറ. അതേപോലെ തന്നെ ദളിത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് കാസ്റ്റ്, റിലീജിയൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, NGOs ആൻഡ് ലിറ്ററേച്ചർ. അതേപോലെ ഈ ദളിത് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ പ്രോസസ്സ്, സാമൂഹിക പ്രക്രിയകളിൽ അതേപോലെ തന്നെ സോഷ്യൽ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏത്? മോഡേണൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ആധുനികവൽക്കരണവും ആഗോളവൽക്കരണവും. ആൻഡ് ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കൂ. A key contribution of the Dalit perspective is its emphasis on the unique and multiple forms of oppression faced by Dalit women who experience exploitation based on caste, class and gender. അതായത് ദളിത് പെർസ്പെക്റ്റീവിൻ്റെ പ്രധാന സംഭാവന, കോൺട്രിബ്യൂഷൻ എന്ന സംഭാവന എന്ന് പറയുന്നത് സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളെയും മുൻനിരയിൽ എത്തിക്കുന്നതാണ്. A key contribution of the Dalit perspective is its emphasis on the unique and multiple forms of oppression faced by Dalit women. ദളിത് സ്ത്രീകൾ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെ സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് എത്തിക്കുക എന്നതാണ് ദളിത് പെർസ്പെക്റ്റീവ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. എ കീ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ദളിത് പെർസ്പെക്റ്റീവ് ഈസ് ഇറ്റ്സ് എംഫസൈസ് ഓൺ ദ യുണീക്ക് ആൻഡ് മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് ഒപ്രഷൻ ഫേസ്ഡ് ബൈ ദളിത് വുമൺ. ദളിത് വുമൺസ് ഫേസ് ചെയ്ത ഒപ്രഷൻസ്, അടിച്ചമർത്തലുകളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ദളിത് പെർസ്പെക്റ്റീവിൻ്റെ കോൺട്രിബ്യൂഷൻ, സംഭാവന. അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവിൻ്റെ ദളിത് കാഴ്ചപ്പാട് അഥവാ ദളിത് പെർസ്പെക്റ്റീവിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഫോംസ് ഓഫ് ഒപ്രഷൻ ഫേസ്ഡ് ബൈ ദളിത് വുമൺ. ദളിത് വുമൺസ്
അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ അടിച്ചമർത്തപ്പെട്ട ഇഷ്യൂസുകൾ സൊസൈറ്റിയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ദളിത് പെർസ്പെക്റ്റീവിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ. who experience exploitation based on caste, class and gender. അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിലായിരുന്നു അവർ ചൂഷണങ്ങൾ നേരിട്ടത്? ജാതി, വർഗം, ലിംഗം എന്നീ 3 അടിസ്ഥാനത്തിലാണ് അവർ ചൂഷണങ്ങൾ അനുഭവിച്ചിരുന്നത്. who experience exploitation based on caste, class and gender. ജാതിയുടെ അടിസ്ഥാനത്തിലും, ക്ലാസ് വർഗത്തിൻ്റെ അടിസ്ഥാനത്തിലും, ജെൻഡർ സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെയുള്ള എക്സ്പ്ലോയിറ്റേഷനാണ് ദളിത് വുമൺസ് ഫേസ് ചെയ്തിരുന്നത്. അതിനെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ആര് ശ്രമിച്ചത്? ദളിത് പെർസ്പെക്റ്റീവ് ശ്രമിച്ചത്. This make their experience distinct from those of upper caste women. മാത്രമല്ല അവരാരിൽ നിന്നാണ് ഈ കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ തുടങ്ങിയ വ്യത്യാസങ്ങൾ ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിച്ചത് ആരിൽ നിന്നായിരുന്നു? അപ്പർ കാസ്റ്റ് വുമൺ, മേൽജാതി സ്ത്രീകളിൽ നിന്നും ഇവർ വ്യത്യസ്തരായിരുന്നു. ആരിൽ നിന്നും വ്യത്യസ്തരായിരുന്നു? അപ്പർ കാസ്റ്റ് വുമൺ. അപ്പർ കാസ്റ്റ് വുമൺസിൽ നിന്നും വ്യത്യസ്തമായി ഇവർ ജാതിയുടെ പേരിലും, ക്ലാസിൻ്റെ പേരിലും, ജെൻഡറിൻ്റെ പേരിലൊക്കെ വളരെയധികം എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങൾ നേരിട്ടവരായിരുന്നു ആര്? ദളിത് സ്ത്രീകൾ. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളാണ് ദളിത് പെർസ്പെക്റ്റീവ് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ആൻഡ് ദെൻ the perspective highlights how sexual violence against Dalit women is rooted in caste structures and power relation, often used as a tool to assert dominance and suppress Dalit assertion of right. അതേപോലെ തന്നെ പിന്നെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ദളിത് സ്ത്രീകളോടുള്ള സെക്സ്വൽ വയലൻസ്, ലൈംഗികമായ അതിക്രമങ്ങൾ ജാതി വ്യവസ്ഥയിലും അധികാര ബന്ധങ്ങളിലും ആഴത്തിൽ വേരൂന്നിയതാണെന്നും ദളിതരുടെ അവകാശബോധവും സാമൂഹിക ഉന്നമനവും അടിച്ചമർത്താനുള്ള ഒരു ആയുധമായി ഇത് ഉപയോഗിക്കപ്പെടുന്നുവെന്നും ഈ ദളിത് പെർസ്പെക്റ്റീവ് ചൂണ്ടിക്കാണിച്ചു. പെർസ്പെക്റ്റീവ് അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവ് പിന്നീട് എന്താണ് എടുത്തു കാണിച്ചത്? ഹൈലൈറ്റ് ചെയ്തത് എന്താണ്? The perspective highlights how sexual violence against Dalit women rooted in caste structures and power relation often used as a tool to assert domination, suppress Dalit assertion of right. ദളിത് സ്ത്രീകളോടുള്ള ലൈംഗിക അതിക്രമങ്ങളും ജാതി വ്യവസ്ഥയിലും അധികാര ബന്ധങ്ങളിലും ആഴത്തിൽ വേരൂന്നിയതാണെന്നും ദളിതരുടെ അവകാശബോധവും സാമൂഹിക ഉന്നമനവും അടിച്ചമർത്താനുള്ള ഒരായുധമായി ഇത് ഉപയോഗിക്കപ്പെടുന്നു എന്നും ചൂണ്ടിക്കാണിച്ചു? ദളിത് പെർസ്പെക്റ്റീവ് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ദളിതരുടെ അവകാശങ്ങളൊക്കെ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്തിരുന്നത്. ദളിത് സ്ത്രീകളെ ഒരു സെക്സ്വൽ വയലൻസ് ആയിട്ടാണ് കണ്ടിരുന്നത്. ലൈംഗിക അതിക്രമങ്ങൾക്ക് പോലും ഇരയായിരുന്നു? ദളിത് സ്ത്രീകൾ ഇരയായിരുന്നു. അങ്ങനെ അവരുടെ അവകാശബോധവും സാമൂഹികമായിട്ടുള്ള ഉന്നമനവും ഒക്കെ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചു? ദളിത് പെർസ്പെക്റ്റീവ് ചൂണ്ടിക്കാണിച്ചു. Overall, the Dalit perspective rejects viewing Indian women or Dalit society as homogeneous and stresses internal differences shaped by caste-based social reality. അതേപോലെ തന്നെ ഇന്ത്യൻ സ്ത്രീകളെയും ദളിത് സമൂഹത്തെയും ഒരേ രൂപത്തിലുള്ള ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏകാത്മകം, ഏകഘടകമായ സമൂഹമായി കാണാനാവില്ലെന്നതാണ് ദളിത് പെർസ്പെക്റ്റീവ് വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ സ്ത്രീകളെയും ദളിത് സമൂഹത്തെയും ഹോമോജീനിയസ് ആയി പറഞ്ഞാൽ ഏകാത്മകമായി ഒരുപോലെ കാണാൻ കഴിയില്ല എന്നൊരു വ്യത്യാസമാണ് ഇവിടെ നിലനിന്നിരുന്നത്, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്നത്. ഇന്ത്യൻ സ്ത്രീകളെയും അതേപോലെ തന്നെ ദളിത് സമൂഹത്തെയും ഹോമോജീനിയസ് ആയിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല ജാതിയുടെ പേരിലുള്ള വേർതിരിവ് ആരിന്മേൽ കാണിച്ചിരുന്നു? ദളിത് സ്ത്രീകളുടെ മേൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യൻ സ്ത്രീകളെയും ദളിത് സമൂഹത്തെയും ഒരേ രൂപത്തിലുള്ള ഒരു ഘടകമായി കാണാൻ സാധിച്ചിരുന്നില്ല എന്നതായിരുന്നു ചൂണ്ടിക്കാണിച്ചത്? ദളിത് പെർസ്പെക്റ്റീവ് ചൂണ്ടിക്കാണിച്ചത്. ഇന്ത്യയിൽ മറ്റു സ്ത്രീകളെയും
എന്നാൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും എങ്ങനെ കണ്ടിരുന്നില്ല? ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഏകാത്മകമായി ഒരുപോലെ കണ്ടിരുന്നില്ല എന്നതായിരുന്നു ഈ ദളിത് പെർസ്പെക്റ്റീവ് ആരെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചത്? ദളിത് സ്ത്രീകളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചത്. ഇപ്പൊ ദളിത് സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് എടുത്ത് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് എടുക്കാനുള്ളത് പേജ് 108 വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. 108 കുറച്ചും കൂടിയും പറയാനുണ്ട്. അത് ഇവിടെ എഴുതിയിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അതായത് വീണ്ടും ഈ ടോപ്പിക് തന്നെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഹായ് കുട്ടികളെ. അപ്പം നമ്മൾ പറഞ്ഞിരുന്ന ഒരു എസ്സേൻ്റെ ബാക്കി ഭാഗമാണ് ടീച്ചർ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. പേജ് 107 107 നമ്മൾ അനലൈസ് ചെയ്ത അതിൻ്റെ ബാക്കി വരുന്ന എസ്സേ ക്വസ്റ്റ്യനാണ് പറയുന്നത്. നമുക്കറിയായിരുന്നു ദളിത് പെർസ്പെക്റ്റീവ് ഗീവ്സ് അസ് എ ഫ്രെയിംവർക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദളിത് സൊസൈറ്റി. അതായത് ദളിത് കാഴ്ചപ്പാടിലൂടെ ദളിത് സമൂഹത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അതിൽ പേജ് 107 വരുന്ന ആ പാരഗ്രാഫ് നമ്മൾ അനലൈസ് ചെയ്തു. ഇനി പേജ് നമ്പർ 108 വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ടീച്ചറോട് എഴുതിയിട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് ദളിത് സമൂഹത്തെക്കുറിച്ച്, അവരുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ദളിത് പെർസ്പെക്റ്റീവിലൂടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ ദളിതരെ കുറിച്ച് പറയുന്നത് എന്ന് അടുത്ത നെക്സ്റ്റ് പേജിലുള്ള കാര്യങ്ങളാണ്. പേജ് 108 വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എട്ടോ എഴുതിയിട്ടിട്ടുള്ളത് പേജ് 108 വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നോക്കൂ, ദളിത് പെർസ്പെക്റ്റീവ് ഒഫേഴ്സ് എ ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കാസ്റ്റ് ബൈ foregrounding the lived experience of Dalit and exposing the limitation of mainstream sociological theory. അതായത് ദളിത് പെർസ്പെക്റ്റീവ് ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു വിമർശനാത്മകമായ സമീപനമാണ് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു ക്രിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏത് വ്യക്തമാക്കി തരുന്നത്? ദളിത് പെർസ്പെക്റ്റീവ് വ്യക്തമാക്കി തരുന്നത്. എന്തൊക്കെ തരത്തിലുള്ള ക്രിറ്റിക്കൽ അനുഭവങ്ങളാണ് ഇവിടെ വ്യക്തമാക്കി തരുന്നത് നോക്കൂ. ഇറ്റ് ഹൈലൈറ്റ് ഹൗ ദളിത് ഐഡൻറ്റിറ്റി ആൻഡ് കോൺഷ്യസ്നെസ് ആർ ഷേപ്ഡ് ബൈ എവരിഡേ ഡിസ്ക്രിമിനേഷൻ, humiliation and exclusion in social institution and peer group. അതായത് അപ്പോൾ ദളിത് പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദളിത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ വിമർശനാത്മകമായിട്ട് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഇനി എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ? അതായത് എവരിഡേ ഡിസ്ക്രിമിനേഷൻ വിവേചനം, ഹ്യൂമാനിറ്റേഷൻ അപമാനം, എക്സ്ക്ലൂഷൻ ഒറ്റപ്പെടൽ തുടങ്ങിയൊക്കെയാണ് അവർ സമൂഹത്തിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അല്ലേ. ആൻഡ് ദെൻ പെർസ്പെക്റ്റീവ് ചലഞ്ചസ് ദ റിഡക്ഷണലിസ്റ്റ് portrayal of Dalit icon and reclaims figures likely to Jyotiba Phule, Periyar. അപ്പോൾ ആരൊക്കെയാണ്? ജ്യോതിബ ഫുലെ, പെരിയാർ, രവിദാസ്, അതേപോലെ തന്നെ കാഞ്ചിറാം ആൻഡ് എക്സ്പെഷ്യലി BR അംബേദ്കർ. അപ്പോൾ ദളിതർക്ക് വേണ്ടി വാദിക്കുന്നത് ആരൊക്കെയാണ്? ദളിത് നേതാക്കളെയും ചിന്തകരെയും കുറിച്ച് ഒരു ലഘു വിവരണമാണ് ഇവിടെ നൽകുന്നത്. ഏതിലൂടെ? ഈ ദളിത് പെർസ്പെക്റ്റീവിലൂടെ. ആരേനൊക്കെ കുറിച്ചാണ് ഇവിടെ ഒരു ലഘു വിവരണം നൽകുന്നത്? ദിസ് പെർസ്പെക്റ്റീവ് ചലഞ്ച് ദ റിഡക്ഷനിസ്റ്റ് പോർട്രിയൽ ഓഫ് ദളിത് ഐക്കോൺ. അതായത് ദളിതരുടെ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും അതേപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടുകളെ അവരുടെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പോരാടിയ ചില ആളുകളെ കുറിച്ചാണ് ഈ ഒരു ദളിത് പെർസ്പെക്റ്റീവിലൂടെ വ്യക്തമാക്കുന്നത്. ആരൊക്കെയായിരുന്നു അത്? ജ്യോതിബ ഫുലെ, പെരിയാർ, രവിദാസ്, കാഞ്ചിറാം ആൻഡ് BR അംബേദ്കർ. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു ദളിതർക്ക് വേണ്ടി പോരാടിയ നേതാക്കൾ. അതുകൂടാതെ തന്നെ നാഷൻ ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ റാദർ ദാൻ ലിമിറ്റിംഗ് ദം നാരോ കാസ്റ്റ് ഐഡൻറ്റിറ്റി.
അതേപോലെ പിന്നെന്താ അവിടെ വ്യക്തമാക്കുന്നത്, ഈ നേതാക്കൾ മാത്രമല്ല ആധുനിക ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാതാക്കളായും ഭരണശില്പികളായും ഇവരെ അവതരിപ്പിക്കുന്നു. അപ്പം ഇവരെ വെറും ഒരു ദളിതർക്ക് വേണ്ടി പോരാടിയ ആളുകളായിട്ട് മാത്രമല്ല ഇവരെ വ്യക്തമാക്കുന്നത്. നാഷണൽ ബിൽഡേഴ്സ്, നാഷൻ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അംബേദ്കർ അദ്ദേഹമാണ് രാജ്യ നിർമ്മാണ ശില്പി, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് രൂപം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ട് വെറും ഒരു ദളിതർക്ക് വേണ്ടി മാത്രം വാദിച്ച ഒരാളല്ല അംബേദ്കർ. അംബേദ്കർ ആയാലും പെരിയാർ ആയാലും രവിദാസ് ആയാലും കാഞ്ചീറാം ആയാലും അവരൊക്കെ നാഷണൽ ബിൽഡേഴ്സുമാണ്, ആർക്കിടെക്റ്റുമാണ്. വെറും ദളിതർക്ക് വേണ്ടി മാത്രം വാദിച്ച ആളുകളല്ല ഇവര്. ആധുനിക ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാതാക്കളായും ഭരണഘടനാ ശില്പിയായിട്ടും ഇവരെ അവതരിപ്പിക്കുന്നു. അപ്പം ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആൻഡ് ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കൂ. ദളിത് പെർസ്പെക്റ്റീവ് ആൾസോ എംഫസൈസ് ദ റോൾ ഓഫ് ദളിത് diaspora in asserting distinct collective identity through cultural organization. അതേപോലെ തന്നെ ദളിത് ഡയസ്പോറയുടെ പങ്കിനെയും ദളിത് പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യുന്നു, എംഫസൈസ് ചെയ്യാരണം ഊന്നിപ്പറയുന്നു. ദളിത് ഡയസ്പോറ, ദളിത് പെർസ്പെക്റ്റീവ് ആൾസോ എംഫസൈസ് ദ റോൾ ഓഫ് ദ ദളിത് ഡയസ്പോറ ഈസ് അസേർട്ടിങ് എ ഡിസ്റ്റിങ്ക്റ്റ് കളക്റ്റീവ് ഐഡൻറ്റിറ്റി ത്രൂ കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇപ്പോൾ ദളിത് ഡയസ്പോറയുടെ പങ്കിനെയും ഈ ദളിത് പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്, ഊന്നൽ നൽകുന്നുണ്ട്. ദെൻ റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളായിട്ടുള്ള ഏതൊക്കെയാണ്, അതായത് വിഹാരാസ് ആൻഡ് ടെമ്പിൾസ് ആൻഡ് ദ ഗ്ലോബൽ കമറേഷൻ ഓഫ് ദളിത് ഐക്കോൺ. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് ദളിത് ക്ഷേത്രങ്ങളെ, ദളിതര് അതേപോലെ തന്നെ അവരുടെ സംഘടനകളെ, അതേപോലെ തന്നെ അവരുടെ വിഹാരങ്ങളെ. വിഹാരാസ് എന്ന് പറഞ്ഞാൽ എന്താ, ദളിതർ കൂട്ടമായി താമസിക്കുന്ന സ്ഥലത്തിനെയാണ് വിഹാരാസ് എന്ന് പറയുക. അപ്പോൾ ദളിതരുടെ വിഹാരങ്ങളെ, ക്ഷേത്രങ്ങളെ എന്നിവ സ്ഥാപിച്ചുകൊണ്ട് ദളിതർ അവരുടെ സാമൂഹിക സാംസ്കാരിക തിരിച്ചറിവ് ശക്തിപ്പെടുത്തി. അപ്പോൾ ദളിതര് അവരുടെ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടുള്ള ശക്തി തെളിയിച്ചത് ഏതിലൂടെയൊക്കെയാണ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മതസ്ഥാപനങ്ങളിലൂടെ. വിഹാരാസ് ആൻഡ് ടെമ്പിൾ, അപ്പോൾ ദളിതര് അവരുടെ ശക്തി തെളിയിച്ചത് അല്ലെങ്കിൽ അവരുടെ പങ്ക് തെളിയിച്ചത് സാംസ്കാരികമായിട്ടും അതേപോലെ തന്നെ സാമൂഹികമായിട്ടും ദളിതർ അവരുടെ ഐഡൻറ്റിറ്റി തെളിയിച്ചത് ഏതിലൂടെയൊക്കെ ആയിരുന്നു, വിഹാരാസ് ആൻഡ് ടെമ്പിൾ. ആശ്രമം എന്നൊക്കെ പറയണ പോലെ കേട്ടോ. വിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്, വിഹാരാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദളിതർ കൂട്ടമായി ഒരുമിച്ച് താമസിക്കുന്നതിനെയാണ് വിഹാരാസ് എന്ന് പറയുക. അപ്പോൾ അവരവരുടെ ശക്തി തെളിയിച്ചത് വിഹാരാസുകളിലൂടെയും ടെമ്പിൾസിലൂടെയൊക്കെ ആയിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. This effort have helped internationalize the struggle against. അതേപോലെ തന്നെ അവർ എന്തിനെതിരെ സ്ട്രഗിൾ ചെയ്തു, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അവരുടെ സ്ട്രഗിൾ എന്തിനെതിരെയായിരുന്നു, ജാതി വിവേചനത്തിനും അതേപോലെ ഹ്യൂമൻ വയലേഷൻ, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയൊക്കെ ആയിരുന്നു അവരെന്ത് ചെയ്തത്, സ്ട്രഗിൾ നടത്തിയത്. ദിസ് എഫേർട്ട് ഹാവ് ഹെൽപ്ഡ് ഇന്റർനാഷണലൈസ് ദ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഹൈലൈറ്റ് ഹ്യൂമൻ വയലേഷൻ ഇൻ ഇന്ത്യ. അതേപോലെ തന്നെ ജാതി വിവേചനത്തിനെതിരായ പോരാട്ടവും അതേപോലെ തന്നെ ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധപ്പെടുത്തുകയും ആര് ചെയ്തു, ദളിതർ ചെയ്തു. ഇപ്പം ഇന്ത്യയിലെ ഹ്യൂമൻ വയലേഷൻ, മനുഷ്യ അക്രമങ്ങൾക്കെതിരെയും അതേപോലെ തന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെയൊക്കെ ആര് സ്ട്രഗിൾ ചെയ്തു എന്നാണ്, ദളിതർ സ്ട്രഗിൾ ചെയ്തു. അതൊക്കെ ഏതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, ദളിത് പെർസ്പെക്റ്റീവിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. Drawing heavily on Ambedkar idea, the Dalit perspective, racial, occupational and historical theories of caste. അതേപോലെ തന്നെ അംബേദ്കറുടെ ചിന്തകളെ ആധാരമാക്കി ദളിത് പെർസ്പെക്റ്റീവ്, ജാതിയെക്കുറിച്ചുള്ള
വംശീയമായിട്ടും തൊഴിൽപരമായിട്ടുള്ള സിദ്ധാന്തങ്ങളെ നിരാകരിക്കുന്നു. ഡ്രോവിംഗ് ഹെവിലി ഓൺ അംബേദ്കർ ഐഡിയ ഓഫ് ദ ദളിത് പെർസ്പെക്റ്റീവ്, റേഷ്യൽ, ഒക്യുപ്പേഷണൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ തിയറീസ് ഓഫ് കാസ്റ്റ്. അംബേദ്കറുടെ ചിന്തകളെ ആധാരമാക്കി ദളിത് പെർസ്പെക്റ്റീവ് ജാതിയെക്കുറിച്ചുള്ള വംശീയ തൊഴിൽപര സിദ്ധാന്തങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? നിരാകരിക്കുന്നുണ്ട്. ഡ്രോവിംഗ് ഹെവിലി ഓൺ അംബേദ്കർ ഐഡിയ, ദളിത് പെർസ്പെക്റ്റീവ്, റേഷ്യൽ, ഒക്യുപ്പേഷണൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ തിയറീസ് ഓഫ് കാസ്റ്റ്. Ambedkar argued that endogamy is the core feature of caste and described caste as a system of graded inequality where each group is privileged over the one below it. അതേപോലെ തന്നെ ജാതിയുടെ പ്രധാന സവിശേഷത എന്താണ്? എൻഡോഗമി. ജാതിയുടെ പ്രധാനപ്പെട്ട സവിശേഷത എൻഡോഗമി ആണ് എന്ന് ആര് വാദിക്കുകയാണ്? അംബേദ്കർ വാദിക്കുന്നു. എൻഡോഗമി എന്നാൽ ജാതിക്ക് അകത്തുള്ള വിവാഹം. Ambedkar argued that endogamy is the core feature of caste and described caste as a system of graded inequality. അപ്പോൾ അംബേദ്കർ എൻഡോഗമി ആണ് ജാതിയുടെ പ്രധാന സവിശേഷത എന്ന് വാദിച്ചു. എന്നാൽ ജാതിയെ അദ്ദേഹം ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി സംവിധാനമായി വിശകലനം ചെയ്തു. അപ്പോൾ അദ്ദേഹം ജാതിയെ എന്തൊക്കെയായിട്ടാണ് വാദിച്ചത്? ജാതി വ്യവസ്ഥ നിലകൊള്ളുന്നത് എൻഡോഗമിയിലൂടെയാണ്, ഒരേ വംശത്തിൽ നിന്നുള്ള വിവാഹത്തിലൂടെയാണ് ജാതി വ്യവസ്ഥ നിലകൊള്ളുന്നത് എന്ന് ആര് വാദിച്ചു? അംബേദ്കർ വാദിച്ചു. അത് മാത്രമല്ല ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി, ഒരു ഗ്രേഡഡ് ഇൻഇക്വാലിറ്റിയാണ് ജാതിയിൽ നിലനിന്നിരുന്നത് എന്നും വാദിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഏതിലൂടെ വ്യക്തമാക്കി തരുന്നത്? അംബേദ്കറുടെ ആശയങ്ങളും ദളിതർ അവർക്കായിട്ട് അവർ രൂപം കൊടുത്ത വിഹാരാസും ടെമ്പിൾസിനെ കുറിച്ചും മറ്റുള്ള പിന്നെ ആരൊക്കെ ആയിരുന്നു ദളിതർക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്തതിനെ കുറിച്ചൊക്കെയാണ്. പിന്നെ അവരെന്തൊക്കെയാണ് ഫേസ് ചെയ്തിരുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏതിൽ വ്യക്തമാക്കി തരുന്നത് നമുക്ക്? ദളിത് പെർസ്പെക്റ്റീവ് ഗീവ്സ് അസ് എ ഫ്രെയിംവർക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദളിത് സൊസൈറ്റി എന്ന ഈ ടോപ്പിക്കിലൂടെ നമുക്ക് പറയാനുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ പേജ് 150 അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് സംഘടനകളെ കുറിച്ചും അതേ ദളിതരുടെ നേതൃത്വത്തിലുള്ള പല സംഘടനകളും രൂപം കൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പേജ് 150 വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ടോപ്പിക്കിൻ്റെ ബാക്കി ഭാഗമാണ് അനലൈസ് ചെയ്യുന്നത് പേജ് 109. ദളിത് പെർസ്പെക്റ്റീവ് ഗീവ് അസ് എ ഫ്രെയിംവർക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദളിത് സൊസൈറ്റി. ദളിത് ദളിത് കാഴ്ചപ്പാടിലൂടെ ദളിത് സമൂഹത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച്, അതായത് പേജ് 109 വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എഴുതിയിട്ടിട്ടുള്ളത്. നമുക്കറിയാം ദളിത് പെർസ്പെക്റ്റീവ് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും ആരെക്കുറിച്ചാണ് അതിൽ പറയുന്നത് എന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്തു കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ ദളിത് പെർസ്പെക്റ്റീവിൻ്റെ കാഴ്ചപ്പാടിലൂടെ ദളിത് പെർസ്പെക്റ്റീവിലൂടെ ഒരുപാട് പാർട്ടീസുകൾ, രാഷ്ട്രീയ പാർട്ടികൾ രൂപം കൊണ്ടിട്ടുണ്ട്. അതേതൊക്കെയെന്ന് നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദ പാർട്ടീസ് ആർ ലെഡ് ബൈ ദളിത് themselves like. ഇപ്പോൾ ദളിത് പെർസ്പെക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട കുറച്ച് പാർട്ടികളാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി, ILP, ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി. സെക്കൻഡ് വൺ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, SCF, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ. തേർഡ് വൺ, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ, RPI. ഇതിൻ്റെയൊക്കെ ഷോർട്ടും ഫുള്ളും പഠിക്കണം കേട്ടോ. അതായത് ഫുൾ ഫോമും ഷോർട്ട് ഫോമും മനസ്സിലാക്കണേ. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ, RPI. ദളിത് പാന്തേഴ്സ്, DP. ബഹുജൻ സമാജ് പാർട്ടി, BSP. ലോക ജനശക്തി പാർട്ടി, LGP. ഇതൊക്കെ ദളിതരുടെ ദളിത് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി രൂപം കൊണ്ടതായിട്ട് ഏതിൽ വ്യക്തമാക്കുന്നുണ്ട്? ദളിത് പെർസ്പെക്റ്റീവിൽ വ്യക്തമാക്കുന്നുണ്ട്. അടുത്തത് ദളിത് മൂവ്മെൻ്റ് ആണ്. ദളിത് മൂവ്മെൻറ്റുകൾ ഏതൊക്കെയാണ് നോക്കൂ. സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, ദളിത് ലിറ്ററസി ആൻഡ് ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്, ദളിത് എംപ്ലോയീസ് മൂവ്മെൻറ്റ്, ദളിത് NGOs മൂവ്മെൻറ്റ്, ദളിത് വുമൺ മൂവ്മെൻറ്റ് ആൻഡ് ദളിത് ഡെസ്പോറ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ
ഇതൊക്കെ ആരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി ഉയർന്നു വന്നതാണ്? ദളിതരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി രൂപം കൊണ്ട ഫോർമേറ്റ് ആയിട്ടുള്ള പാർട്ടീസുകളും മൂവ്മെൻറ്റുകളാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഏതിൽ പറയുന്നുണ്ട്? ദളിത് പേഴ്സ്പെക്റ്റീവിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടികളെക്കുറിച്ചും ഈ മൂവ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ ദളിത് പേഴ്സ്പെക്റ്റീവിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ആ ഒരു പേജ് 150 വ്യക്തമാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു മൂവ്മെൻറ്റ്. ദളിത് എംപ്ലോയി മൂവ്മെൻറ്റ് ഉണ്ട്, ദളിത് NGO മൂവ്മെൻറ്റ് ഉണ്ട്, ദളിത് വുമൺ മൂവ്മെൻറ്റ് ഉണ്ട്, ദളിത് ഡെസ്പോറ മൂവ്മെൻറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു മൂവ്മെൻറ്റും കൂടി അതിൽ പറയാനുണ്ട്, ദളിത് മീഡിയ മൂവ്മെൻറ്റ്. ദളിത് മീഡിയ മൂവ്മെൻറ്റ്. അപ്പോൾ ദളിതർക്ക് വേണ്ടി രൂപം കൊണ്ട മറ്റൊരു മൂവ്മെൻ്റാണ് ഏത്? ദളിത് മീഡിയ മൂവ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ഏതിൽ ഇൻവോൾവ്ഡ് ആണ്? പേജ് 109. അപ്പോൾ നമ്മൾ ദളിത് പേഴ്സ്പെക്റ്റീവ് ഗീവ്സ് അസ് എ ഫ്രെയിംവർക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദളിത് സൊസൈറ്റി ചോദിച്ചു കഴിഞ്ഞാൽ 107-ലെയും 108-ലെയും 109-ലെയും കാര്യങ്ങൾ വെച്ച് വേണം നിങ്ങൾ എസ് ആയിട്ട് എഴുതാൻ കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യ ഭാഗത്ത് പഠിച്ച കാര്യങ്ങളും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ. അതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ് എടുത്തപ്പോൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ചാപ്റ്റർ ബ്ലോക്ക് 4-ലെ 9th ചാപ്റ്റർ, ഡിവിഷൻ ഓഫ് ലേബർ, ദുർക്കേം ആൻഡ് മാക്സ്. ദുർക്കേമിൻ്റെയും മാക്സിൻ്റെയും ഇതിലുള്ള കാഴ്ചപ്പാടിലൂടെയുള്ള തൊഴിൽ വിഭജനത്തെക്കുറിച്ചാണ് നമുക്കിനി അടുത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാപ്റ്റേഴ്സ്. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. ഓക്കെ.